ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് ചെറിപ്പഴം. ഇത്തവണ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെറിപ്പഴങ്ങളുണ്ടായിരുന്നു. ചെറിപ്പഴം ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മളിത് ഭക്ഷ്യയോഗ്യമാക്കേണ്ടത്. ഇതിനായിട്ട് മൂത്ത ചെറിപ്പഴം പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉള്ളിലെ കുരു കളഞ്ഞെടുക്കണം. ഇത് നിങ്ങൾക്ക് രണ്ടായി കീറുകയോ എന്നിട്ട് കറ കളയാനായി 1 കിലോഗ്രാം ചെറിപ്പഴത്തിന് 100 ഗ്രാം ചുണ്ണാമ്പ് എന്ന രീതിയിൽ ഇതിൽ 100 വെള്ളത്തിൽ 8 മണിക്കൂർ ഇട്ട് വെക്കണം. ഇതിനായി നമ്മൾ 100 ഗ്രാം ചുണ്ണാമ്പ് എടുത്ത് കലക്കി യോജിപ്പിച്ച് അതിലെ തെളിവെള്ളം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. തെളിവെള്ളത്തിനോടൊപ്പം 1 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്ത് 8 മണിക്കൂർ കറ കളയാൻ വെക്കണം. നന്നായി കഴുകിയെടുത്ത ചെറുപ്പഴങ്ങൾ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് ഭക്ഷ്യയോഗ്യമാക്കുന്നത്. 8 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് 2-3 തവണ കഴുകിയിട്ട് പഞ്ചസാര ലായനി തയ്യാറാക്കണം. ഇതിനായി 1 കിലോഗ്രാം ചെറുക്ക് 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ ലായനിയിൽ തയ്യാറാക്കേണ്ടത്. ചെറിയ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. പഞ്ചസാര ലായനി തയ്യാറാക്കുകയാണ്. പഞ്ചസാര ലായനി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു ഡേ മുഴുവൻ നമ്മൾ ഇട്ട് വെച്ചിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ വീണ്ടും അതിൽ നിന്ന് എടുത്തു മാറ്റി 1 ഗ്ലാസ് പഞ്ചസാര കൂടെ ഇട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചസാര ലായനി തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് തണഞ്ഞതിന് ശേഷം ഈ ചെറി വീണ്ടും നമ്മൾ ഇതിൻ്റെ 3ാമത്തെ ഡേയിലേക്ക് വേണ്ടിയിട്ട് ഇട്ട് വെക്കും. ഓവർനൈറ്റ് ഇട്ട് വെക്കും. പിറ്റേന്ന് രാവിലെ വീണ്ടും ചെറി എടുത്ത് മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ 1 ഗ്ലാസ് പഞ്ചസാര കൂടെ ഇട്ടിട്ട് തിളപ്പിച്ച് വെക്കുകയാണ്. ശേഷം നമ്മൾ ഇതിൻ്റെ 4ാമത്തെ ദിവസത്തേക്കായിട്ട് ഒഴിച്ചു വെക്കുകയാണ്. വെള്ളം തണിഞ്ഞതിന് ശേഷം വീണ്ടും ചെറിപ്പഴങ്ങൾ അതിൻ്റെ 4ാമത്തെ ദിവസത്തേക്ക് വേണ്ടി ഇട്ട് വയ്ക്കുകയാണ്. ഇങ്ങനെ 4-5 ദിവസം പഞ്ചസാര ലായനിയിൽ ഓവർനൈറ്റ് ഇട്ട് വയ്ക്കണം. അതിനുശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം.